നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 ജൂൺ 22 രാത്രി 9:30 PM ബുധൻ മിഥുനം രാശിയിൽ നിന്നും കർക്കിടക രാശിയിലേക്ക് വരുന്നു. അത് ഏകദേശം ആഗസ്റ്റ് 30 വരെ ആ രാശിയിൽ തുടരും. പൊതുവെ ബുധൻ 2, 4, 6, 8, 10, 11 ഭാവങ്ങളിൽ നിൽക്കുമ്പോഴാണ് പരമാവധി അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുന്നത്. ഏകദേശം 6 രാശിക്ക് അനുകൂലമായിട്ട് വരും. പക്ഷേ ഇവിടെ ഞങ്ങൾ ഒരു രാശിയെ ഒഴിവാക്കിയാണ്. കാരണം ബുധൻ മാത്രം അനുകൂലമായിട്ട് കാര്യമില്ല. ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്ന 5 രാശികളാണ്. ഈ 5 രാശിക്കും ഏകദേശം 5 അതിലധികമോ ഗ്രഹങ്ങൾ അനുകൂലമാണ് ഈ ദിവസങ്ങളിൽ. ചന്ദ്രൻ്റെ സ്ഥാനം ഞങ്ങൾ കണക്കാക്കിയിട്ടില്ല, ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നിട്ടും മിനിമം 5 ഗ്രഹങ്ങൾ വീതം ഈ കാലയളവിൽ ഈ പറയുന്ന രാശികൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ പൊതുവെ ബുധൻ അനുകൂലമാകുമ്പോൾ ബൗദ്ധിക മേഖലയിലാണ് നേട്ടം കൂടുതലുണ്ടാവുക. പിന്നെ സംസാര കലയുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സംഭവങ്ങൾ, ഉയർച്ചകൾ ഒക്കെ പ്രതീക്ഷിക്കാം. പിന്നെ എല്ലാ ദിവസവും ആൾക്കാരെ ബോറടിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഈ പറഞ്ഞ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കണം. അപ്പോൾ അത് ഇപ്പോൾ നമുക്ക് ദക്ഷിണ കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒരു 1-2% ഫലപ്രാപ്തി കുറയും. പിന്നെ ചോദിച്ച് വാങ്ങാൻ പാടില്ല ദക്ഷിണ എന്നൊക്കെ ഉണ്ട്. എങ്കിലും പൊതുവെ ദക്ഷിണ കൊടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും നേട്ടം ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയാണ് പൊതുവെ വിശ്വാസം എന്നാണ് തോന്നുന്നത്. എന്തായാലും പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല. പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തപോലെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം ഞങ്ങൾ പറയുന്ന രാശി മേടം രാശി തന്നെയാണ്. അശ്വതി ഭരണി കാർത്തിക ആദ്യ പാദം. മേടം രാശിക്ക് സൂര്യനും അനുകൂലമാണ് ഈ കാലയളവിൽ. ഓക്കെ, അപ്പോൾ ഇവർക്ക് കർക്കിടക മാസം സൂര്യനും ബുധനും 6ാം ഭാവത്തിൽ, 4ാം ഭാവത്തിൽ വരും. എങ്കിലും ആദ്യ കാലഘട്ടത്തിൽ 3ാം ഭാവത്തിലാണ്, മിഥുനം രാശിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും സൂര്യനും ബുധനും അനുകൂലമായിട്ട് വരുമ്പോൾ ഇവർക്ക് കൂടുതൽ തൊഴിൽപരമായിട്ടുള്ള നേട്ടമുണ്ടാവും. കലാസാഹിത്യ രംഗത്തും ഒക്കെ നേട്ടമാണ് ഈ ബുധൻ അനുകൂലമായിട്ട് വരുമ്പോൾ. പിന്നെ ഞങ്ങൾ പറയുന്ന ഒരു രാശി എന്ന് പറയുന്നത് മിഥുനം രാശിയാണ്. മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്കും അനുകൂലമായിട്ടുള്ള ഒരു മാറ്റമാണ് ബുധൻ്റെ കർക്കിടകത്തിലേക്കുള്ള മാറ്റം. അവർക്കും ചന്ദ്രൻ്റെ അനുകൂലാവസ്ഥ കണക്കാക്കിയില്ലെങ്കിലും 5 ഗ്രഹങ്ങൾ ഈ ജൂൺ 23 ഒരു ഗ്രഹനിലയെ വെച്ചാണ് ഞങ്ങളത് കണക്കാക്കിയിരുന്നത്. ശേഷം മാറ്റങ്ങളുണ്ടാവും. എന്നാലും ഇവിടെ തുടക്കത്തിൽ ഇവർക്ക് 5 ഗ്രഹങ്ങൾ അനുകൂലമായിട്ടുണ്ട്. ചന്ദ്രനും അനുകൂലമാകുമ്പോൾ 6 ഗ്രഹങ്ങൾ വരും. അപ്പോൾ മിഥുനം രാശിക്കും നല്ല ഒരു മാറ്റമാണ്. ബൗദ്ധിക മേഖലയിലെ പ്രവർത്തനങ്ങൾ കൊണ്ട് ധനപരമുണ്ടാകും.
അതാണ് ബുധൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത അനുകൂലമായിട്ട് വരുമ്പോൾ. പിന്നെ തീർച്ചയായിട്ടും തുലാം രാശിക്ക് ഇവിടെ അനുകൂലമാണ്. ഇപ്പോൾ കർമ്മഭാവത്തിൽ വരുന്നു. തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യം 3 പാദം. പിന്നെ കന്നി രാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നി രാശിക്കും അനുകൂലമാണ്. അവർക്ക് സൂര്യനും അനുകൂലമാണ്. അത് മാത്രമല്ല 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് ഇവർക്ക് കന്നി രാശിക്ക് ബുധൻ വരുന്നത്. പിന്നെ ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം, പൂരാട, ഉത്രാട ആദ്യ പാദം. അപ്പോൾ ഈ 5 രാശികൾക്ക് ജൂൺ 22 മുതൽ ഓഗസ്റ്റ് 30 വരെ ബുധൻ അനുകൂലമായ ഭാവത്തിലാണ്. മിഥുനം രാശിക്ക് 2ാം ഭാവത്തിൽ ധനസ്ഥാനത്ത്. അപ്പോൾ ധനവരവ് പ്രത്യേകമായിട്ട് ഇവർക്ക് കൂടും. പിന്നെ മേടം രാശിക്ക് 4ാം ഭാവത്തിലാണ്. അപ്പോൾ ഗൃഹം, മാതാവ്, വാഹനം തുടങ്ങിയ മേഖലയിൽ ഇവർക്ക് പ്രത്യേകിച്ച് നേട്ടം ഉണ്ടാകും. ആദ്യം പറഞ്ഞ നേട്ടങ്ങൾക്ക് പുറമെ, അതായത് ബൗദ്ധിക മേഖലയിലും കലാസാഹിത്യ രംഗത്തും പിന്നെ സംസാര കലയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലെല്ലാം തൊഴിലുകൾക്ക് ഏർപ്പെട്ട് ഇരിക്കുന്നവർക്കൊക്കെ നേട്ടമാണ് കൂടുതൽ. അപ്പോൾ അത് കൂടാതെ മേടം രാശിക്ക് 4ാം ഭാവത്തിൽ ബുധൻ വരുമ്പോൾ മാതാവ്, ഗൃഹം, വാഹനം ഇവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നേട്ടമുണ്ടാവും. പിന്നെ ധനുരാശിക്ക് 8ാം ഭാവത്തിലാണ് ബുധൻ വരുന്നത്. തീർച്ചയായിട്ടും ആയുസ്, ആരോഗ്യം. അപ്പോൾ ഇവരുടെ മറ്റ് ബുധൻ്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾക്ക് പുറമെ ആരോഗ്യ കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ഇവർക്ക് ഒരു അനുകൂലമായ മെച്ചപ്പെട്ട ഒരു അവസ്ഥയുണ്ടാവും. പിന്നെ തുലാം രാശിക്ക് കർമ്മഭാവത്തിൽ ഞാൻ പറഞ്ഞു, അവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടമാണ് ഈ മേൽപ്പറഞ്ഞ ഗുണങ്ങൾക്ക് പുറമെ. കന്നിരാശിക്ക് ബുധനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രംഗങ്ങളിലും നേട്ടമാണ് 11ാം ഭാവത്തിലെ അവസ്ഥാനത്ത് കന്നിരാശിക്ക്. അപ്പോൾ ഈ പറഞ്ഞ 5 രാശികൾക്ക് മാത്രമല്ല 12 രാശിക്കാർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ, സർവകാര്യ വിജയം ഇവ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം വഴി കിട്ടി എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.